ഭാര്യ നന്നായി നോക്കണം, അവളെ സന്തോഷിപ്പിക്കണം, അവൾക്കൊരു വിഷമം വരുന്നതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഉമ്മയോടുള്ള ആദരവും ബഹുമാനവും കടമയും ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും ഭാര്യ അപ്രസക്തമായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാലൻസിങ് ഉണ്ടായാൽ മതി. അതിൽ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തേണ്ട യാതൊരു കാര്യമില്ല. ഭാര്യ വരുന്ന സമയത്ത് ഒന്നിലും ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻ്റെ ഭാഗത്ത് വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായി അതൊന്ന് കേട്ട് കൊടുക്കുക. അവരെ വിഷമങ്ങളൊക്കെ ഒന്ന് കേട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, അതിന് പരിഹാരങ്ങളൊന്നും വേണ്ട. അവരെ സങ്കടങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കേട്ട് കൊടുക്കുക. പിന്നെ മറുപടി പറയാനോ ആശ്വസിപ്പിക്കാനോ പോവരുത്. ആശ്വസിപ്പിക്കാനും പോകണ്ട. അതെ, മറുപടി പറയാനും ആശ്വസിപ്പിക്കാനും പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, നമ്മളെന്താ ആശ്വസിപ്പിക്കുക? ഇപ്പോൾ വൈഫ് വന്നിട്ട് പറയണം, ഉമ്മ ഇന്ന് രാവിലെ മുതൽ എന്നെ ബുദ്ധിമുട്ടാക്കാണ്, എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഉമ്മയല്ലേ, നമ്മളെന്താ കാണിക്കണത്? ഞാൻ ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്യണില്ലേ, ഞാനതൊക്കെ സഹിക്കണില്ലേ, ക്ഷമിക്കണില്ലേ, നമുക്കതിന് കൂലി കിട്ടൂലേ, ഉമ്മനി വാപ്പനി നോക്കി നമ്മുടെ കടമയല്ലേ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. മനസ്സിലേ? അതല്ലാതെ പിന്നെ ആശ്വസിപ്പിക്കാന്നുള്ളതിലേക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക? എന്നാൽ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാതെക്കാൻ എനിക്ക് എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കാം, നമുക്ക് ഉണ്ടാക്കപ്പെടുന്ന റൂം എടുത്ത് പോകാം, വീടെടുത്ത് പോകാം, ഇങ്ങനെ വല്ലതും നമുക്ക് പറയാൻ പറയാൻ കഴിയില്ല. അപ്പം സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല, നീ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചാൽ മതി, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരുമെന്ന എന്താ ആവർത്തനങ്ങളാണ് നമ്മൾ പറയുന്ന എല്ലാ മറുപടിയിലും ഉള്ളത്. ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മറുപടി ആവില്ലല്ലോ, ഉമ്മല്ലേ എന്താ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്ന പ്രതികരണങ്ങളെല്ലാം എന്താണ്, ഇവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് എന്താണ്, അവർ പരിഹാരമില്ലെന്ന് അവർക്കറിയാം, ഇദ്ദേഹത്തിന്റെ പരിമിതികളെ കുറിച്ച് ഈ ഭാര്യക്ക് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമ്പോൾ അത് വേറൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസമില്ലേ, ആ ആശ്വാസം ഇവർക്ക് സംസാരിക്കുമ്പോൾ കിട്ടണം. ഒരു ഷെയറിങ് നടത്തുന്നതിൻ്റെ ഒരു സമാധാനം അവർക്ക് എന്ത് ചെയ്യണം, ശരിക്കും കിട്ടണം. അതാണ് ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഉമ്മക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടും സ്വകാര്യമായും ചെയ്തു കൊടുക്കുക. അതായത് ഭാര്യനെ 100% പിന്തുണക്കാതെക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാ നിലക്കും പിന്തുണക്കുക. പക്ഷേ ഉമ്മൻ്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഉമ്മക്ക് വിഷമം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരൊറ്റക്കാടുന്ന സമയം ഉണ്ടാവും, പുറത്തു പോകണ സമയം ഉണ്ടാവും, രാത്രി പിന്നെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ സമയങ്ങളിലും എന്ത് ചെയ്യുക, ഉമ്മയുടെ ചർച്ചയിലേക്ക് പോവാതെ പരമാവധി പരിഗണനയും പരമാവധി സ്നേഹവും പിന്നെ ലാളനയും ഒക്കെ നൽകിയിട്ട് അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കാൻ സമയം കാണും. അതോടൊപ്പം ഉമ്മയുമായി സഹവസിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഉമ്മക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അപ്പോൾ വൈഫിനോട് വേണമെങ്കിൽ ഒന്ന് പറയാം, എന്ത്, ഉമ്മൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഉമ്മക്ക് വിഷമിക്കാറും, അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പരമാവധി റെഡിയാക്കാം. പക്ഷെ നീ ഉണ്ടെങ്കിലും ഉമ്മനോടുള്ള ആ സ്നേഹവും സംഗതികളൊക്കെ ഞാൻ എന്ത് ചെയ്യും, കാണിക്കും, അത് നീ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം എന്ന നിലക്ക് നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാൽ, അതൊക്കെ വിവാഹത്തിൻ്റെ അന്ന് തന്നെയാണ് പറഞ്ഞ് റെഡിയാക്കി നിർത്തിയാൽ, ഒരു നമ്മുടെ ഒരു നയരൂപീകരണം നടത്തി ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്കൊരു പരിഗണനയില്ലെന്ന് വൈഫിന് തോന്നുമ്പോഴാണ്, എന്നെ തീരെ പരിഗണിക്കുന്നില്ല, ഉമ്മക്ക് മാത്രമേ ഇവിടെ പരിഗണനയുള്ളൂ, ഞാൻ അവഗണിക്കപ്പെടുന്നു, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഭാര്യയ്ക്കുണ്ടാവാതെ ശ്രദ്ധിച്ചാൽ തന്നെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇയാളുടെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്, പ്രവാസിയാണ്, 10-20 കൊല്ലത്തോളായി പ്രവാസിയാണ്. അപ്പോൾ ഈ ഭാര്യക്ക് സ്വകാര്യമായി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ലേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ? ഇപ്പോൾ ഉമ്മനേറ്റുള്ള ബന്ധവും ഫോണിലൂടെ തന്നെയല്ലേ ഉള്ളൂ, വൈഫിനോടുള്ള ബന്ധവും ഫോണിലൂടെ തന്നെ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഈ ഉമ്മ എല്ലാ സമയത്തും ഉള്ളത് കൊണ്ട് വൈഫിനോട് ചിലപ്പോൾ സ്വകാര്യമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ അവർ മൊബൈൽ നെറ്റൊക്കെ ചാർജ് ചെയ്ത് എന്ത് ചെയ്യാം, വാട്സപ്പ് മുഖേനയോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നിരന്തരമായി ഉള്ള സമ്പർക്കങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും വൈഫുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഉമ്മ തടസ്സമാണെങ്കിൽ പോലും അതിന് വേറെ വഴികൾ കണ്ടെത്തണം. അതായത്
ഉമ്മയുടെ തടസ്സം കൊണ്ട് ഭാര്യയുടെ അവകാശങ്ങളോ ഭാര്യയുടെ തടസ്സം കൊണ്ട് ഉമ്മയുടെ അവകാശങ്ങളോ ഒരു കാരണവശാലും തടസ്സപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പോളിസി. ഓക്കെ. അത് കിട്ടേണ്ടത് കിട്ടണം. ഇപ്പൊ ഭാര്യക്ക് ഫോൺ ചെയ്യുന്നത് ഉമ്മക്ക് ഇഷ്ടമല്ല വിചാരിച്ചു, പക്ഷെ എന്നാലും അവളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം, അതിനൊരു വഴി ഉണ്ടാവണം. മനസ്സിലായി? അത് എപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ അവള് ബാത്റൂമിൽ കയറുന്ന സമയത്താണെങ്കിലും കുഴപ്പമില്ല ഫോൺ ചെയ്യല്, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അവള് വീട്ടിൽ പോയാലും കുഴപ്പമില്ല, അതിനൊരു അവസരം ഉണ്ടാക്കണം. ആഴ്ചക്ക് ഒരു ദിവസം അവള് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഫുള്ള് അവളെ വിളിക്കാൻ വേണ്ടി ആക്കാം. എനിക്ക് കിട്ടേണ്ടത് ഉമ്മയെ കൊണ്ട് തടസ്സപ്പെടുന്നു എന്ന് ഭാര്യക്കോ, എനിക്ക് കിട്ടേണ്ടത് ഭാര്യയെ കൊണ്ട് തടസ്സപ്പെടുന്നു എന്ന് ഉമ്മക്കോ തോന്നാൻ അവസരങ്ങളില്ലാതെയാക്കിയാൽ തന്നെ അദ്ദേഹത്തിന് വളരെ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ